പുതിയ കാലത്ത് സഹോദരന്മാരെ വലിയൊരു ദൗത്യമുണ്ട് നമുക്ക്. റമദാനിലെ ദിവസങ്ങൾ അവസാനിക്കുന്നു. പരിശുദ്ധ ഖുർആനിന്റെ അവതരണ മാസം ആഘോഷിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ആത്മീയമായ ഉയർന്ന വിധാനത്തിലേക്ക് ഉയർന്നു പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഉപവസിക്കുകയും രാത്രി നേരം നിന്ന് നമസ്കരിക്കുകയും എല്ലാം ചെയ്യുന്ന സഹോദരങ്ങളെ, നമുക്ക് പുതിയ കാലത്ത് വലിയൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യത എന്താ? നമ്മുടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് തരത്തിലും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ട് തരത്തിൽ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ തന്നെ. എന്താണ്? സ്വന്തം തട്ടകത്തിലും പുറത്തും ആക്രമിക്കപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി പഠിക്കുകയും ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ ജീവിതത്തെ വസ്തുനിഷ്ഠമായി കീറി മുറിച്ച് പരിശോധിക്കുകയും അതിൽ എന്തെങ്കിലും ഒരു പുഴുക്കുത്ത് കണ്ടെത്താൻ കഴിയുമോ എന്ന് ഗവേഷണം ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പുതിയ പുതിയ ആരോപണങ്ങളുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ. അതിന് ഗവേഷണമാണ് അവിടെ. അറബി പഠിക്കുന്നു, ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിക്കുന്നു, അത് അഗാധമായി തന്നെ പഠിക്കുന്നു, ഹദീസുകൾ പഠിക്കുന്നു. അതിനുവേണ്ടി തന്നെ ഓറിയന്റലിസ്റ്റുകളും ക്രിസ്ത്യൻ മിഷനറിമാരും സജീവമായ പരിശ്രമത്തിലാണ്. എത്രയെത്ര പുതിയ ആരോപണങ്ങൾ, പുതിയ രൂപഭാവങ്ങളിൽ ആരോപണങ്ങൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ. പ്രവാചകന്റെ ജീവിതത്തെ കീറിമുറിച്ച് വളരെ മോശമായ രൂപത്തിൽ അവതരിപ്പിക്കുക എന്ന കേവലമായ തന്ത്രം മാത്രമല്ല, പ്രവാചകനെ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുടെ മനസ്സുകൾക്കകത്തേക്ക് പ്രവാചകനെ കുറിച്ച് വളരെ മോശമായ ചിത്രം കൊടുക്കുന്ന രൂപത്തിലുള്ള, വളരെ വൃത്തികെട്ട രൂപത്തിലുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ആ ഗവേഷണങ്ങൾ പ്രകാരം പ്രവാചകൻ പ്രാകൃതനാണ്, കൊള്ളരുതാത്തവനാണ്, യുദ്ധമുതലുകൾക്ക് വേണ്ടി യുദ്ധം ചെയ്തയാളാണ്. പ്രവാചകന്റെ ലക്ഷ്യം തന്നെ യുദ്ധമുതലുകളിൽ കിട്ടുന്ന നല്ല സുന്ദരികളായ പെൺകുട്ടികളായിരുന്നു. ഇങ്ങനെയെല്ലാമുള്ള ഗവേഷണം വസ്തുനിഷ്ഠമെന്ന രൂപത്തിൽ അവിടെ നടക്കുന്നു. മറ്റൊരു സ്ഥലത്തോ മുസ്ലിങ്ങൾ പ്രവാചകന്റെ ശിഷ്യന്മാരുടെ രൂപത്തിലും ഭാവത്തിലും വന്നിട്ട് അവർ വിളിക്കുന്നു, സുന്നത്തിലേക്ക് മടങ്ങണം ജനങ്ങളെ. എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചതുപോലെ ജീവിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ജീവിച്ചത്? റസൂൽ ഒരു കയ്യിൽ ഖുർആൻ ഏറ്റിപ്പിടിച്ചിട്ട് മുസ്ലിങ്ങളോട് പറഞ്ഞു, കാഫിറുകളെ നിങ്ങൾ ഖുർആൻ സ്വീകരിക്കണം, അല്ലെങ്കിൽ മറ്റേ കയ്യിൽ വാളുണ്ട്, അതുകൊണ്ട് ശരിയാക്കും എന്ന് പറഞ്ഞു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഞങ്ങൾ സുന്നത്ത് അതേപോലെ ലോകത്തിന്റെ മുന്നിൽ നടപ്പാക്കാൻ ഇതാ ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമികമായ രൂപഭാവങ്ങളോടും കൂടി നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ആളുകൾ മറുവശത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്രൂരമായി ഫൽസിച്ചുകൊണ്ടിരിക്കുന്നു, ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രവാചകന്റെ വ്യക്തിത്വത്തിന് നേരെ അതിമാരകമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. ഇവിടെ ഇരുതല മൂർച്ചയുള്ള രണ്ട് തരത്തിലുമുള്ള നമ്മുടെ പ്രവാചകൻ ആക്രമിക്കപ്പെടുകയാണ്. നാം നമ്മുടെ ഹൃദയത്തെക്കാൾ അധികം സ്നേഹിക്കുന്ന, സ്വന്തം ശരീരത്തെക്കാൾ അധികം സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നമുക്കറിയില്ലേ നമ്മുടെ മാതൃക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒരു അമ്പ് തറക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം നെഞ്ചകം കൊണ്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ വെച്ച് പ്രവാചകന് നേരെ വരുന്ന അമ്പുകൾ ഓരോന്നും സ്വന്തം നെഞ്ചകം കൊണ്ട് തടുത്തു നിർത്തി. നെഞ്ചിൽ ഓരോ അമ്പുകൾ തറക്കുമ്പോഴും വേദന സഹിച്ചിട്ടും വീഴാതെ പിടിച്ചു നിന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമേനിയിൽ ഒരു അമ്പ് തറച്ചുകൂടാ എന്ന വിചാരം കൊണ്ട് പിടിച്ചു നിന്ന അബൂ ദുജാനയെ നമുക്കറിയാം. ആ അബൂ ദുജാന മറിഞ്ഞു വീഴുന്ന സന്ദർഭത്തിൽ സ്വഹാബിമാർ, ചരിത്രകാരന്മാർ പറയുന്നു, അദ്ദേഹത്തിന്റെ ശരീരം ഒരു മുള്ളൻ പന്നിയെ പോലെയുണ്ടായിരുന്നു, അമ്പുകൾ തറക്കപ്പെട്ടിട്ട്. ആ അബൂ ദുജാന പ്രവാചകന്റെ ശരീരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ശരീരത്തെ നൽകുക മാത്രമല്ല, സ്വന്തം ശരീരത്തിൽ വേദനകൾ സഹിച്ചിട്ടും അടിപതറാതെ പിടിച്ചു നിൽക്കുവാൻ സന്നദ്ധമായ 1000 അബൂ ദുജാനമാരുടെ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരം നമ്മുടെ മുന്നിലില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിന് നേരെ ശക്തമായ അക്രമങ്ങൾ ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ സംരക്ഷിക്കാൻ എന്ന പേരിൽ ആക്രമിക്കുന്നവർ, അതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുന്നവർ, രണ്ടു കൂട്ടരും രണ്ട് സൈഡിൽ നിന്ന് നമ്മുടെ പ്രവാചകൻ ആക്രമിക്കുമ്പോ സ്വന്തം നെഞ്ചകം കാണിക്കുവാൻ, പ്രവാചകന്റെ ശരീരത്തിന് നേരെ നെഞ്ചകം കാണിക്കുവാൻ നമ്മുടെ പ്രവാചകന്റെ ശരീരം നമുക്കില്ല, നമ്മുടെ മുന്നിലില്ല. ആ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാഭിമാനത്തെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുമ്പോ, വ്യഭിചരിക്കപ്പെടുമ്പോ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ യഥാർത്ഥത്തിലുള്ള സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കുക എന്ന ബാധ്യത, അങ്ങനെ നമ്മുടെ നെഞ്ചകം കൊണ്ട്, ആദർശത്തിന്റെ നെഞ്ചകം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുക എന്ന ബാധ്യത അത് ഏറ്റെടുക്കേണ്ടവരാണ് നമ്മൾ, ഞാനും നിങ്ങളും. ആ ബാധ്യത ഏറ്റെടുക്കണമെങ്കിൽ റസൂലുള്ളാഹിയെ നമ്മൾ പഠിക്കണം. ഒരു കാര്യം ഞാൻ പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ലോകത്ത് എത്ര സിദ്ധവൈഭവമുള്ള ബുദ്ധികൾ, എത്ര വലിയ ോട്ടെ, എത്ര ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചോട്ടെ, ആ അഭിമാനത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാർക്ക് നമുക്ക് പറയാൻ കഴിയും, ഇല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ അപകീർത്തിപ്പെടുത്താൻ ഒരാരോപണത്തിനും കഴിയില്ല. ഏതാരോപണം ഉന്നയിച്ചാലും നിങ്ങൾ റസൂലുള്ളാഹിയുടെ ജീവിതത്തെ വസ്തുനിഷ്ഠമായി പഠിക്കാൻ സന്നദ്ധമായാൽ, ഏതാരോപണം ഉന്നയിച്ചാലും ആ ആരോപണത്തിനുള്ള കൃത്യമായ മറുപടി നമുക്ക് നൽകാൻ കഴിയും. ആ മറുപടിയാകട്ടെ ഏതൊരാൾക്കും റസൂലുള്ളാഹിയുടെ ജീവിതത്തെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്കാണ് ആ മറുപടി ചെന്നെത്തിക്കുക. ഇത് ചരിത്രമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക പ്രബോധകർ ലോകത്ത് മുഴുവനും എന്ന് പറയുന്നത്, നിങ്ങൾ മുഹമ്മദ് നബിയുടെ ജീവിതത്തെ വിമർശിക്കണമോ, എഴുന്നേറ്റ് നിന്നോളൂ, വിമർശിച്ചോളൂ, പക്ഷേ ആ വിമർശനത്തിന് ഞങ്ങൾക്ക് നൽകുവാനുള്ള മറുപടി കൂടി നിങ്ങൾ കേൾക്കണം, ലോകം കേൾക്കണം. കേട്ടിട്ട് ലോകം തീരുമാനിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപഹസിക്കപ്പെടേണ്ട വ്യക്തിയാണോ അതല്ല സ്വീകരിക്കപ്പെടേണ്ട വ്യക്തിയാണോ എന്ന്. നമുക്ക് ആത്മാഭിമാനത്തോടുകൂടി 100% ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ കഴിയും, ഇല്ല, ഒരാരോപണത്തിനും പ്രവാചകന്റെ ജീവിതത്തിന്റെ ഒരു തലത്തെയും ഒരു രൂപത്തിലും അപകീർത്തിപ്പെടുത്താൻ കഴിയില്ല. നാം പക്ഷേ ആ ജീവിതം പഠിക്കണം. അതിനുവേണ്ടിയാണ് മലയാളികൾക്കിടയിൽ മുഹമ്മദ് നബി മാനവരിൽ മഹോന്നതൻ എന്ന പേരിലുള്ള കൃത്യമായ പ്രചാരണ പരിപാടികളുമായി നദവത്തുൽ മുജാഹിദീൻ രംഗത്ത് വന്നിട്ടുള്ളത്. ഞാൻ ആ കാര്യം പ്രത്യേകം സൂചിപ്പിച്ചത്, നമ്മൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്കല്ല, നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും, നമ്മുടെ ശരീരത്തെക്കാൾ അധികം സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകൂലികൾ എന്ന് പറയുന്നവരും പ്രതികൂലികൾ എന്ന് പറയുന്നവരും ആക്രമിക്കുമ്പോ നാം നമ്മുടെ നെഞ്ചകം കൊണ്ട്, ആദർശത്തിന്റെ നെഞ്ചകം കൊണ്ട് നമുക്ക് അവരെ തടുക്കാൻ കഴിയണം, അവരെ പ്രതിരോധിക്കാൻ കഴിയണം, നമ്മുടെ റസൂലിനെ ലോകത്തിന് പരിചയപ്പെടുത്താൻ കഴിയണം. യുരീദൂന അയ്യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയബല്ലാഹു ഇല്ലാ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. അവർ അല്ലാഹുവിന്റെ പ്രകാശത്തെയാണ് സ്വന്തം വായ കൊണ്ട് ഊതിക്കെടുത്താമെന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ അറിയുക, അല്ലാഹുവിന്റെ പ്രകാശം അവൻ പൂർത്തിയാക്കാതെ വിടുകയില്ല. കാഫിറുകൾ, സത്യനിഷേധികൾ എത്ര തന്നെ വെറുത്താലും ശരി, അല്ലാഹുവിന്റെ പ്രകാശമാണ് റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് പ്രചരിപ്പിച്ച പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശമാണ് അല്ലാഹുവിന്റെ പ്രകാശം. ആ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ഒരാൾക്കും കഴിയില്ല. പക്ഷേ ആ പ്രകാശത്തെ കയ്യിലേൽക്കുവാൻ ഞാനും നിങ്ങളും സന്നദ്ധമാണോ എന്നാണ് ഇസ്ലാം നമ്മോട് ചോദിക്കുന്ന ചോദ്യം, റസൂലുള്ള നമ്മോട് ചോദിക്കുന്ന ചോദ്യം. സന്നദ്ധമാണ് എന്നുറക്കെ പറയാൻ നമ്മൾ സന്നദ്ധമാവുക. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.